ഇന്നലെ അനുമോളും ജിസയിലും തമ്മിലുണ്ടായിരുന്ന വഴക്കിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ആര്യൻ. അനുമോൾക്ക് ജിസയിലിനോട് അസൂയയാണ്. അവൾ ആര്യനെ തന്നിൽ നിന്ന് തട്ടിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ നാടകം മുഴുവൻ കാണിക്കുന്നതെന്നാണ് ജിസയിൽ പറയുന്നത്. ഇത് ആര്യൻ പബ്ലിക്കായി മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞു. അനുമോൾക്ക് വേണ്ടി ആര്യൻ സംസാരിച്ചത് ജിസയിലിന് കൂടുതൽ ദേഷ്യമുണ്ടാക്കുകയാണ് ചെയ്തത്. ആര്യൻ പറഞ്ഞു, ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ഹ്യൂമാനിറ്റി മാത്രമാണെന്ന് പറഞ്ഞിട്ടും ജിസയിൽ അത് വകവെച്ചില്ല. നിനക്ക് എന്തിനാണ് അവളോട് ഇത്രയ്ക്കും ഹ്യൂമാനിറ്റി എന്നാണ് ആര്യനോട് ജിസയിൽ ചോദിച്ചത്. എനിക്ക് അനുമോളോട് യാതൊരുവിധ പ്രശ്നവുമില്ല. എന്നാൽ അനുമോളാണ് എൻ്റെ പിന്നാലെ CID പോലെ നടക്കുന്നത്. അവൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്നാണ് ജിസയിൽ ചോദിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് അവൾ എൻ്റെ പിന്നാലെയാണ്. ആദ്യം എൻ്റെ പാൻറ്റീസ് പൊക്കി കാണിച്ച് അവൾ എന്നെ നാണം കെടുത്തി. പിന്നീട് എൻ്റെ മൈക്ക് കട്ടെടുത്ത് അവൾ നാടകം കളിച്ചു. എല്ലാ കാര്യത്തിനും അവൾ എൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് അവൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? ബിഗ് ബോസ് ഇല്ലേ അത് നോക്കേണ്ടത്? ബിഗ് ബോസ് അവളെ ഏൽപ്പിച്ചതാണോ എന്നൊക്കെയാണ് ജിസയിൽ ചോദിക്കുന്നത്. ഒരുപക്ഷെ ഞാനും ആര്യനും തമ്മിലുള്ള ബന്ധം അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അനുമോൾ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്നാണ് ജിസയിൽ പറയുന്നത്. അനുമോൾക്ക് എന്നോട് അസൂയയാണ്. അവൾ എന്താ എൻ്റെ അമ്മമ്മയാണോ എൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നാണ് ജിസയിൽ പറയുന്നത്. അക്ബർ, റന, ഫാത്തിമ എന്നിങ്ങനെ മറ്റുള്ള ഹൗസ്മേറ്റ്സ് ജിസയിലിനോട് പറഞ്ഞു, നിനക്ക് ഇത് ഫിസിക്കൽ അസൾട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന്. അക്ബർ മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞു, ജിസയിലിനെ പിടിച്ചു തള്ളി അവിടെ പോയിരുന്ന് കരയുന്ന അനുമോളെ എന്തു പോയി ആശ്വസിപ്പിക്കാനാണ്? തെറ്റ് ചെയ്തതും അവൾ തന്നെ, കരയുന്നതും അവൾ തന്നെ. അത് ആശ്വസിപ്പിക്കാൻ കുറച്ച് പേരും. ജിസയിൽ ഇതുവരെ ബിഗ് ബോസിനോട് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അറിയാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം.